ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ പേരിലുള്ള അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റ് കൈയെഴുത്ത് പ്രതികളിൽ നിന്നുമുള്ള വിവരങ്ങളിൽ നിന്നാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. പെന്തക്കുസ്തായ്ക്ക് ശേഷം പരിശുദ്ധ കന്യകാമാതാവ് യോഹന്നാനോടൊപ്പം ജെറുസലേമിലാണ് താമസിച്ചിരുന്നത്. മാതാവിൻ്റെ ശുശ്രൂഷയ്ക്കായി കുറച്ച് കന്യകമാരും ഉണ്ടായിരുന്നു. മാതാവ് ദിവസേന യേശുവിൻ്റെ തിരുക്കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇനി കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ കൊന്നുകളയുമെന്നും ശരീരം ദഹിപ്പിക്കുമെന്നും യഹൂദന്മാർ മാതാവിനെ ഭീഷണിപ്പെടുത്തി. യേശുവിൻ്റെ സ്ലീഹന്മാർ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിരുന്നതിനാൽ സഹായത്തിന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഗബ്രിയേൽ മാലാഖ മാതാവിന് പ്രത്യക്ഷപ്പെട്ട് അറിയിച്ചതനുസരിച്ച് 3 കന്യകമാരോടുകൂടി മാതാവ് ബത്ലഹേമിലേക്ക് പോയി. അവിടെ നിരന്തരമായ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മാതാവ് കഴിച്ചുകൂട്ടി. ഒരു വെള്ളിയാഴ്ച ദിവസം മാതാവ് വളരെ ക്ഷീണിതയായി കാണപ്പെട്ടു. യോഹന്നാനെ കാണാൻ അതിയായി ആഗ്രഹിച്ചു. അപ്പോൾ എഫേസോസിലായിരുന്ന യോഹന്നാനെ പരിശുദ്ധാത്മാവ് അറിയിച്ചു, നിന്റെ കർത്താവിൻ്റെ അമ്മ ഈ ലോകവാസം തീരാൻ സമയമായിരിക്കുന്നു. എഴുന്നേറ്റ് എത്രയും പെട്ടെന്ന് ജെറുസലേമിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭവനത്തിലെത്തുക. എഫെസോസിൽ നിന്നും ജെറുസലേമിലേക്ക് പോകാൻ തയ്യാറായ യോഹന്നാനെ ഒരു മേഘം താണിറങ്ങി വന്ന് സംവഹിക്കുകയും പെട്ടെന്ന് തന്നെ ജെറുസലേമിൽ മാതാവിൻ്റെ ഭവനത്തിലെത്തിക്കുകയും ചെയ്തു. യോഹന്നാനെ കണ്ട മാതാവ് അതീവ സന്തോഷവതിയായി. മാതാവ് പറഞ്ഞതനുസരിച്ച് യോഹന്നാൻ അന്ന് ധൂപം വെച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാനന്തരം മറിയം യോഹന്നാനോട് പറഞ്ഞു, നിന്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും നിവൃത്തിയായിരിക്കുന്നു. അവൻ പറഞ്ഞിട്ടുള്ള അടയാളങ്ങളും നിറവേറിയിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ മിശിഹായും മാലാഖാമാരുടെ മഹാസംഘവും ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ സമീപത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ദിവ്യ ആനന്ദത്തോടെ പ്രതീക്ഷിക്കുന്നു. ഇത് പറഞ്ഞ് മാതാവ് വിതുമ്പിക്കരഞ്ഞു. അത് കണ്ട് യോഹന്നാനും കരഞ്ഞു. യോഹന്നാൻ തൻ്റെ തൂവാലയെടുത്ത് മാതാവിൻ്റെ കണ്ണുനീർ തുടച്ചു. ഇതിനകം പരിശുദ്ധാത്മാവിൽ നിന്നും സന്ദേശം ലഭിച്ച സ്ലീഹന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബത്ലഹേമിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ മിശിഹ പ്രകാശത്തിൻ്റെ മേഘങ്ങളിൽ സ്വർഗീയ രഥങ്ങൾ അയച്ചു കൊടുത്തു. മാലാഖാമാരാൽ വഹിക്കപ്പെട്ട രഥങ്ങൾ പരിശുദ്ധാത്മാവ് വായുമണ്ഡലത്തിലൂടെ അതിവേഗം ബത്ലഹേമിലെത്തിച്ചു. സ്ലീഹന്മാർ ചെന്ന് മാതാവിനെ കണ്ട് മാതാവിൻ്റെ പാദങ്ങൾ ചുംബിച്ചു. പത്രോസിൻ്റെ നേതൃത്വത്തിൽ സ്ലീഹന്മാർ ധൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഈ സമയം ആകാശത്ത് ഇടിമുഴക്കമുണ്ടായി. മാതാവ് കിടന്നിരുന്ന മുറിയിൽ സുഗന്ധ പരിമളവും പ്രകാശവും പരന്നു. അത്ഭുതകരമായ ഈ കാഴ്ച കണ്ട ബത്ലഹേമിലെ ജനങ്ങളെല്ലാവരും ജെറുസലേമിലെത്തി എല്ലാവരെയും അറിയിച്ചു. അനേകം രോഗികൾ വന്ന് സൗഖ്യം പ്രാപിച്ചു. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ഇതെല്ലാം അറിഞ്ഞു ക്രൂദ്ധരായ യഹൂദരും ആചാര്യന്മാരും മാതാവിനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കുവാൻ മാതാവിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചു. മറിയത്തെ എത്രയും വേഗം നശിപ്പിച്ചില്ലെങ്കിൽ അവളുടെ അത്ഭുത സിദ്ധിയാൽ ജനങ്ങൾ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുമെന്നും അത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്നും യഹൂദർ കരുതി. അവർ ഗവർണറെ സ്വാധീനിച്ച് ഒരു സഹസ്രാധിപനെ ബത്ലഹേമിലേക്ക് അയപ്പിച്ചു. ഇതേ സമയം പരിശുദ്ധാത്മാവ് അറിയിച്ചതനുസരിച്ച് സ്ലീഹന്മാർ മാതാവിനെ കിടക്കയോടെ പുറത്തേക്കിറക്കി. പെട്ടെന്ന് അവരെല്ലാവരും വാനമേഘങ്ങളിൽ സംവഹിക്കപ്പെട്ട് മാലാഖാമാരുടെ ഗാനാലാപത്തോടെ ദേശം മുഴുവൻ സുഗന്ധം വീശിക്കൊണ്ട് പരിശുദ്ധ കന്യകയുടെ ഭവനത്തിൽ എത്തിച്ചേർന്നു. 5 ദിവസത്തേക്ക് അവൾ എഴുന്നേറ്റ് നിന്ന് ഇടതടവില്ലാതെ ദൈവത്തെ സ്തുതിഗീതങ്ങളാൽ ആരാധിച്ചു കൊണ്ടിരുന്നു. മാതാവും സ്ലീഹന്മാരും അത്ഭുതകരമായി ജെറുസലേമിലെത്തിയെന്നും ധാരാളം പേർ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുവെന്നും മനസ്സിലാക്കിയ യഹൂദന്മാരും ആചാര്യന്മാരും വിറകും തീയും എടുത്തുകൊണ്ട് മാതാവിൻ്റെ ഭവനം ദഹിപ്പിക്കുന്നതിനായി പുറപ്പെട്ടു. ഈ സംഭവങ്ങളെല്ലാം ഗവർണർ നോക്കി കാണുന്നുണ്ടായിരുന്നു. മാതാവിൻ്റെ ഭവനം ദഹിപ്പിക്കുന്നതിനായി വിറകും തീയുമായി യഹൂദരും ആചാര്യരും ഭവനത്തിനടുത്തെത്തിയപ്പോൾ മാലാഖാമാരുടെ പ്രവർത്തനത്താൽ ഭവനത്തിൽ നിന്നും ഒരു തീ പുറപ്പെട്ട് ആ യഹൂദരെ മുഴുവനും ദഹിപ്പിച്ചു കഴിഞ്ഞു. നഗരത്തിൽ മുഴുവൻ ഭയമുളവായി. ധാരാളം പേർ അവളിൽ നിന്നും ജനിച്ച ദൈവത്തെ വിശ്വസിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. സംഭവിച്ചത് കണ്ട ഗവർണർ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പുറത്താക്കാൻ ശ്രമിച്ച കന്യകയിൽ നിന്നും ജനിച്ചവൻ സത്യമായും ദൈവപുത്രനാണ്. കാരണം
ഈ സംഭവിച്ചതെല്ലാം സത്യദൈവത്തിൻ്റെ അടയാളങ്ങളാണ്. ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടായി. സംഭവിച്ച അടയാളങ്ങൾ നിമിത്തം അനേകം പേർ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ വിശ്വസിച്ചു.